അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പോലീസ്. ഡോക്ടർ റാം കേരളത്തിന് പുറത്ത് ഒളിവിലാണെന്നാണ് സൂചന. ഉപാധികളോടെ മുൻകൂർ ജാമ്യം ലഭിച്ച ഡോക്ടർ സംഗീത നമ്പ്യാർക്കെതിരെ നിതിന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഡോക്ടർ സംഗീതയ്ക്കും നിതിൻ രാജിന്റെ മരണത്തിൽ പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രിൻസിപ്പലിനെയും ഡോക്ടർ ലതയെയും കേസിൽ പ്രതി ചേർക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, ഇപ്പോൾ പോലീസിന്റെ നീക്കം, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ പുറത്താണ്, കേരളത്തിന് പുറത്താണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഉടൻ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? ശ്രുതി, 3 സാധ്യതകളാണ് ഉള്ളത് മുൻകൂർ ജാമ്യം തള്ളിയതുകൊണ്ട്. ഒന്ന്, ഡോക്ടർ റാമിന് ഹൈക്കോടതി സമീപിക്കാം. മറ്റൊന്ന്, പോലീസിനെ അറസ്റ്റ് ചെയ്യാം. മറ്റൊന്ന്, അല്ലെങ്കിൽ റാമിന് വന്ന് കീഴടങ്ങാം. ഈ 3 സാധ്യതയാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതി സമീപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട്, ജാതിപരമായ അധിക്ഷേപം നടത്തിയതിനുള്ള പ്രാഥമിക തെളിവുകളില്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി സമീപിക്കാനുള്ള സാധ്യത കൂടുതൽ കാണുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിവാദമായ ഘട്ടത്തിൽ തന്നെ നിതിൻ രാജിന്റെ മരണത്തിന് പിന്നാലെ തന്നെ റാം കേരളം വിട്ട് പുറത്തേക്ക് പോയി, മറ്റ് സംസ്ഥാനത്തേക്ക് പോയ തരത്തിലൊക്കെ തന്നെ വാർത്തകൾ വന്നിരുന്നു. പോലീസും അത് തന്നെയാണ് പറയുന്നത്. കേരളം വിട്ടു പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചിലപ്പോൾ വൈകാനുള്ള സാധ്യതയുണ്ട്. കീഴടങ്ങാനുള്ള സാധ്യതയും വിരളമാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരിക്കും ഡോക്ടർ റാം ഉള്ളത്. അതോടൊപ്പം തന്നെ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് മുൻകൂർ ജാമ്യം കോടതി നൽകിയിരുന്നു. അതിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. സംഗീതയ്ക്കും ഇതിൽ പങ്കുണ്ട്, ജാമ്യം അനുവദിക്കരുത് എന്ന രീതിയിലാണ് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പ്രോസിക്യൂഷൻ ഹൈക്കോടതി സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇന്നലെ പറയുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം, CCTV ദൃശ്യങ്ങൾ വന്നിരുന്നു. നിതിൻ രാജിനെ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്ന CCTV ദൃശ്യങ്ങൾ വന്നിരുന്നു. ആ ദൃശ്യത്തിലുള്ള ഡോക്ടർ ലതയ്ക്കെതിരെയും പ്രിൻസിപ്പലിനെതിരെയും കേസെടുക്കണമെന്ന് കൂടിയാണ് കുടുംബത്തിന്റെ ആവശ്യം. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.